നാളെ 3 നോമ്പ് തുടങ്ങിയുമാണ്. ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള ഭാഗമാണ്. സെയിന്റ് ജോൺ ചാപ്റ്റർ 3 വേഴ്സസ് 1 to 12. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള ഭാഗം, നമുക്കൊക്കെ വളരെ സുപരിചിതമായ ഭാഗം. യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ പരീശ പ്രമാണിയും സന്നിദ്രീം സംഘത്തിൻ്റെ അംഗവുമായ നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് രാത്രിയിൽ വന്ന് യേശുക്രിസ്തുവിനോട് സംഭാഷണം നടത്തുന്നതാണ് ഈ സംഭവം. രാത്രിയിൽ പരീശ പ്രമാണിയാണ്. സന്നിദ്രീം സംഘം, യഹൂദന്മാരുടെ സന്നിദ്രീം സംഘം എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് ബോഡിയാണ്. യഹൂദന്മാരുടെ ഹയസ്റ്റ് ലീഗൽ ബോഡിയാണ്. അവരാണ് എല്ലാ യഹൂദന്മാരുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. നമ്മൾ സുപ്രീം കോടതി എന്നൊക്കെ പറയത്തക്കവണ്ണമുള്ള ബോഡിയാണ്. അപ്പോൾ അതിൽ പണ്ഡിതന്മാരായ മനുഷ്യരാണ് അതിനകത്ത് കൂടുതലും ഉള്ളത്. അങ്ങനെ പരീശ പ്രമാണിയായ നിക്കോദിമോസ് ആ സംഘത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം രാത്രിയിൽ വന്നു. അദ്ദേഹം രാത്രി വരുന്നതിൻ്റെ കാരണം മറ്റ് സന്നിദ്രീം സംഘത്തിൻ്റെ അംഗങ്ങളെയും മറ്റു പരീശന്മാരെയൊക്കെ ഭയന്നാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം രാത്രിയിൽ ആരും കാണാതെ വന്നതാണോ എന്നുള്ളത്. ഒരു പക്ഷെ അതായിരിക്കയില്ല. വളരെ പ്രൈവറ്റായിട്ട് തിരക്കൊക്കെ ഒഴിഞ്ഞ് ക്രിസ്തുവിനോട് സംസാരിക്കാൻ വേണ്ടി, പേഴ്സണലായിട്ട് സംസാരിക്കാൻ വേണ്ടി ആയിരിക്കാം അദ്ദേഹം ഈ രാത്രി സമയം ഒരുപക്ഷെ തിരഞ്ഞെടുത്തത്. അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ കാരണം, ഈ നിക്കോദിമോസിനെ പറ്റി വേദപുസ്തകത്തിൽ പരാമർശിക്കപ്പെടുന്നത് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ മാത്രമാണ്. മറ്റു സുവിശേഷകരൊന്നും തന്നെ ഈ സംഭവം പറയുന്നില്ല. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണല്ലോ. മറ്റ് സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ് യോഹന്നാൻ ശ്ലീഹ കൂടുതലും പറയുന്നത്. 3-ാം അധ്യായത്തിൽ രാത്രിയിൽ നിക്കോദിമോസ് യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് ഈ സംഭാഷണം നടത്തുന്നതുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് 7-ാം അധ്യായത്തിലുണ്ട്. പരീശന്മാരും യഹൂദ മത നേതാക്കന്മാരും യേശുവിനെ കുറ്റം വിധിക്കാൻ തക്കവണ്ണം, അവനിൽ കുറ്റം ചാർത്തി അവനെ ശിക്ഷിക്കാൻ തക്കവണ്ണം ഉള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സന്നിദ്രീം സംഘത്തിന്റെ അംഗമായിരുന്ന ഈ നിക്കോദിമോസ് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു മനുഷ്യനെ കുറ്റം വിധിക്കണമെന്നുണ്ടെങ്കിൽ അവനെ പേഴ്സണലായിട്ട് വിളിച്ചു വരുത്തി അവന്റെ പേരിലുള്ള അലിഗേഷൻ എന്താണെന്നുള്ളത് അവനോട് ചോദിച്ച് അതിനെപ്പറ്റിയുള്ള ഒരു വിശദീകരണം അവനിൽ നിന്ന് കേട്ട് അതിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നിങ്ങൾക്ക് അവനെ കുറ്റം വിധിക്കാൻ തക്കവണ്ണം നിങ്ങൾക്ക് എന്ത് അധികാരമാണ് ഉള്ളതെന്ന് അവരോട് വളരെ ധൈര്യത്തോടു കൂടി നിക്കോദിമോസ് ചോദിക്കുന്നുണ്ട്. അത് 7-ാം അധ്യായം 50-ന്റെയും 52 വരെയുള്ള വാക്യങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമുക്ക് വിശ്വസിക്കാം, നിക്കോദിമോസ് ഇപ്പോൾ കർത്താവിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് രാത്രിയിൽ വന്നതിന്റെ കാരണം അവരെ ഭയന്നല്ല, മറിച്ച് പ്രൈവറ്റായിട്ടും പേഴ്സണലായിട്ടും ക്രിസ്തുവിനോട് സംസാരിക്കാനുള്ള ഒരു സൗകര്യമാണ് ആ രാത്രി സമയം അദ്ദേഹം തിരഞ്ഞെടുക്കാൻ തക്കവണ്ണം കാരണമായത് എന്ന് നോക്കാം. കാരണം ധൈര്യത്തോടെ സന്നിദ്രീം സംഘത്തിന്റെ അംഗങ്ങളുടെ മുമ്പാകെ അവനെ ന്യായം വിധിക്കാനുള്ള മാനദണ്ഡത്തെ പറ്റി വളരെ വ്യക്തമായിട്ട് ശക്തമായ ഭാഷയിൽ പറയുമ്പോൾ അവരെ അദ്ദേഹം ക്രിസ്തുവിന് വേണ്ടി ഭയപ്പെടുന്നില്ല എന്നുള്ളതിന്റെ ഒരു തെളിവാണത്. പിന്നെ മൂന്നാമതായിട്ട് നിക്കോദിമോസ് വേദപുസ്തകത്തിൽ വരുന്നത് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ തന്നെ 19-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശാരോഹണം കഴിഞ്ഞതിന് ശേഷം അരിമത്യാക്കാരൻ ജോസഫും പിന്നെ നിക്കോദിമോസും കൂടി 100 റാത്തൽ വരുന്ന വിലയേറിയ സുഗന്ധദ്രവ്യങ്ങളുമൊക്കെ ആയിട്ട്, അത് നിക്കോദിമോസാണ് ഇത്രയും വലിയ 100 റാത്തൽ വരുന്ന സുഗന്ധദ്രവ്യങ്ങളുമൊക്കെ ആയിട്ട് വന്ന് യേശുക്രിസ്തുവിന്റെ മൃതശരീരം പൊതിഞ്ഞ് യഹൂദ മതാചാര പ്രകാരമുള്ള ഖബറടക്കം നടത്തുവാൻ തക്കവണ്ണം തയ്യാറാകുന്നത്. അരിമത്യക്കാരൻ ജോസഫും
ഈ സന്നിധി സംഘത്തിന്റെ ആളാണ്. മർക്കോസിന്റെ സുവിശേഷത്തിലും മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലും ഒക്കെ അരിമത്യക്കാരൻ ജോസഫിനെ പറ്റി പറയുന്നുണ്ട്. പ്രമാണിയായ യഹൂദന്മാരുടെ പ്രമാണിയായ അരിമത്യക്കാരൻ ജോസഫ്. രണ്ടുപേരും യഹൂദ മതത്തിലെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഈ യേശുക്രിസ്തുവിന്റെ ഖബറടക്കം നടത്തിയത്. അങ്ങനെ ഈ 3 സന്ദർഭങ്ങളിൽ യോഹന്നാൻ ശ്ലീഹ നിക്കോദീമോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ 3-ാം അധ്യായത്തിൽ നിക്കോദീമോസ് ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് പറയുന്നുണ്ട്, ഗുരു, നീ ദൈവത്തിന് ഉപദേഷ്ടാവായി അയക്കപ്പെട്ടവനാണ്, നീ ഉപദേഷ്ടാവായി ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട് പറയുന്നുണ്ട്, നീ വീണ്ടും ജനിക്കാതെ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അവനോട് കർത്താവ് പറയുകയാണ്, നീ സന്നിധി സംഘത്തിന്റെ അംഗമാണ്, ഉപദേഷ്ടാവാണ്, പരീക്ഷ പ്രമാണിയാണ്. ഇതൊക്കെയാണെങ്കിലും യഹൂദ മതത്തിലെ നേതാക്കന്മാരിൽ പ്രമാണിയാണെങ്കിലും നീ വീണ്ടും ജനിക്കാതെ, കർത്താവ് വീണ്ടും അത് എടുത്തു പറയുന്നുണ്ട്, വെള്ളത്താലും ആത്മാവിലുമുള്ള ജനനമാണ്. അതെന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ ഒരു പക്ഷെ അവനോട് പറയുന്നത്? വെള്ളത്താൽ മാമോദീസ മുങ്ങത്തത് ആരാണ്? യോഹന്നാൻ സ്നാപകനാണ്. മാനസാന്തരത്തിന്റെ മാമോദീസയാണ്. യോഹന്നാൻ സ്നാപകൻ നൽകുന്ന മാനസാന്തരത്തിന്റെ മാമോദീസ, യോർദാൻ നദിയിൽ വെള്ളത്തിൽ മുങ്ങുന്ന മാമോദീസയും മാനസാന്തരത്തിന്റെയും ആത്മാവിനാൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ അഭിഷേകം നൽകുന്നത് അത് യഹോവയാണ്, ക്രിസ്തുവാണ്. പിതാവാം ദൈവം പുത്രൻ തമ്പുരാനിലൂടെ ക്രിസ്തുവിലൂടെ നൽകുന്ന അഭിഷേകമാണ്. അങ്ങനെ പശ്ചാത്താപത്തിന്റെയും മാനസാന്തരത്തിന്റെയും ദൈവകൃപയുടെയുമായിട്ടുള്ള ആത്മാവിൽ ഈ രണ്ടിലുമുള്ള മാനസാന്തരം വീണ്ടും ജനിക്കാതെ, അതിലൂടെ വീണ്ടും ജനിക്കാതെ നിനക്ക് ദൈവരാജ്യത്തിൽ അംഗമാകാൻ, നീ പരീക്ഷ പ്രമാണിയായിരിക്കാം, സന്നിധിയും സംഘത്തിന്റെ അംഗമായിരിക്കാം, ന്യായപ്രമാണത്തിന്റെ പാഠങ്ങളെ വളരെ ഭംഗിയായി വിശദീകരിക്കുവാനും പ്രാപ്തിയുള്ള മനുഷ്യനുമായിരിക്കാം. പക്ഷേ ദൈവരാജ്യത്തിൽ നീ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ മാനസാന്തരത്തിന്റെയും ദൈവാത്മാവിന്റെയും അഭിഷേകത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് കർത്താവ് പറയുകയാണ്. അതിനെയാണ് യേശുക്രിസ്തു പറയുന്നത് വീണ്ടും ജനിക്കണമെന്ന്. വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞപ്പോ അവന് സംശയമായി. അവൻ അതുകൊണ്ട് ചോദിച്ചു, ഇനി എങ്ങനെയാണ് പ്രായമായ ഞാൻ എങ്ങനെയാണ് ഇനി അമ്മയുടെ വയറ്റിൽ കയറി വീണ്ടും ജനിച്ചു വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വീണ്ടും ജനനത്തെ പറ്റിയുള്ള ആ സംശയങ്ങളൊക്കെ ഒരുപാട് മനുഷ്യനിലുണ്ടാകാം. കർത്താവ് കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ജനനത്തെ പറ്റി. സത്യത്തിൽ വെള്ളത്താലും ആത്മാവാലും ജനിച്ച് ഓരോ നിമിഷവും മനുഷ്യൻ ജനിച്ചുകൊണ്ടിരിക്കേണ്ടതാണല്ലോ. പുനർജനിക്കണം, നമ്മൾ എപ്പോഴും ജനിച്ചുകൊണ്ടിരിക്കണം. വീണ്ടും നമുക്ക് സാധാരണ പറയല്ലേ, ചില ആക്സിഡന്റിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ, ആക്സിഡന്റിൽ രക്ഷപ്പെട്ട് അല്ലെങ്കിൽ വലിയ രോഗസൗഖ്യം കിട്ടിക്കഴിയുമ്പോൾ എനിക്കിത് 2ാം ജന്മമാണെന്ന് നമ്മൾ പറയും അല്ലേ, 2ാം ജന്മമാണെന്ന് പറയും. ടെയ്സെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് ഫ്രാൻസിൽ ഒരു ആശ്രമ പ്രസ്ഥാനമുണ്ട്. കഴിഞ്ഞ മെയ് മാസം കൂർലോസ് തിരുമേനയുടെ, ബോംബെ ഭദ്രാസനത്തിന്റെ കൂർലോസ് തിരുമേനയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഇങ്ങനെ യൂറോപ്പിലെ തീർത്ഥാടന സംഘങ്ങളുടെ സ്ഥലങ്ങളൊക്കെ പോയപ്പോൾ ഈ ടെയ്സെ കമ്മ്യൂണിറ്റി പോയി. ഞാനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ടെയ്സെ കമ്മ്യൂണിറ്റി ഫ്രാൻസിന്റെ ഫ്രാൻസിന്റെ ലുള്ള അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിന്റെ ബോർഡറിലുള്ള ഒരാശ്രമ പ്രസ്ഥാനമാണ്. 2ാം ലോക മഹായുദ്ധ സമയത്ത് പീഡിപ്പിക്കപ്പെട്ട യഹൂദന്മാരും അല്ലാത്തവരുമായിട്ടുള്ളവർ, 2ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട മനുഷ്യർ, ജീവിതത്തിന്റെ സകലം നശിച്ച് ഇനി ജീവിതമില്ല എന്ന് ചിന്തിച്ച് ഓടി പോകുന്ന മനുഷ്യര്, അവരെല്ലാം സംഘടിപ്പിച്ച് ബ്രദർ റോജർ എന്ന് പറയുന്ന ഒരു വ്യക്തി 1940 1939 2ാം ലോക മഹായുദ്ധം തുടങ്ങുന്നത്. 1940 ടെയ്സെ എന്ന്, ഫ്രാൻസിലെ ടെയ്സെ എന്ന് പറയുന്ന സ്ഥലത്ത് അവരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ഈ ജീവിതം മടുത്ത് യുദ്ധത്തിന്റെ ഭീതിയിൽ ഓടിപ്പോകുന്ന, ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത മനുഷ്യരെ ടെയ്സെ എന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ബ്രദർ റോജർ ഈ മനുഷ്യരെ താമസിപ്പിച്ചു. ആ സ്ഥലം സത്യത്തിൽ ആ മനുഷ്യരുടെ ജീവിതം അതൊരു
രണ്ടാം ജനനമാണ്. അതൊരു വീണ്ടും ജീവിതമാണ്, രണ്ടാമത്തെ ജീവിതമാണ്. ജീവിതത്തിൽ ഇനി തുടർന്നു പോകാൻ നിവൃത്തിയില്ലാതായ മനുഷ്യരെ കൊണ്ടുവന്ന് അദ്ദേഹം അവിടെ താമസിപ്പിച്ച് അവരെ സംരക്ഷിച്ചു. അങ്ങനെ ആ മനുഷ്യർക്ക് രണ്ടാം ജന്മം കൊടുത്തു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതേപോലെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടായി വരുന്ന സന്ദർഭങ്ങളുണ്ട്. അവിടെയും ഒരു വീണ്ടും ജനനത്തിനുള്ള സാധ്യത ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്, ജീവിതം മടുക്കുന്ന സാഹചര്യത്തിൽ അവിടെയൊക്കെ ശക്തി സംഭരിച്ച് വീണ്ടും ജനനത്തിനുള്ള സാധ്യത ഓർമ്മിപ്പിക്കുന്നത് കൂടിയാണ് കർത്താവ് പറയുന്ന ഈ രണ്ടാം ജനനം എന്ന് പറയുന്നത്. വെള്ളത്താലും ആത്മാവാലും ജനിക്കണമെന്ന് പറയുമ്പോൾ ആ ജനനം തുടർന്നു കൊണ്ടേയിരിക്കേണ്ട പ്രക്രിയയാണ്. ജീവിതത്തെ കരുത്തുറ്റതാക്കി മാറ്റുന്ന ഒരു വീണ്ടും ജനനത്തെ പറ്റി കൂടിയാണ് യേശു ക്രിസ്തു അവിടെ വെള്ളത്തിന്റെയും ആത്മാവിന്റെയും ജനനത്തിലൂടെ ജീവിതത്തെ കരുത്തുള്ളതാക്കി മാറ്റുന്ന ഒരു വീണ്ടും ജനനത്തെ പറ്റിയാണ് പറയുന്നത്. 1940 ബ്രദർ റോജർ ആ പ്രസ്ഥാനം തുടങ്ങിയെങ്കിൽ 1949 ആയപ്പോഴത്തേക്ക് അദ്ദേഹം 7 സന്യാസ ആംഗ്ലിക്കൻ സഭാംഗമാണത്. കത്തോലിക്ക സഭയോ ഓർത്തഡോക്സ് സഭാംഗമോ ഒന്നുമല്ല, ആംഗ്ലിക്കൻ സഭാംഗമാണ്. അദ്ദേഹം മറ്റ് 7 പേരെയും കൂടെ കൂട്ടി ഒരു സന്യാസ ജീവിതം, ഒരാശ്രമം അവിടെയാക്കി. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും ആകർഷിച്ചുകൊണ്ടുള്ള ആശ്രമമാക്കി മാറ്റി. എന്നിട്ട് നിശബ്ദതയുടെയും സൈലൻസിന്റെയും മന്ത്രങ്ങളുടെയും വേദപുസ്തക പഠനത്തിന്റെയും ഒക്കെ ആശ്രമം ഇന്ന് ലോകപ്രശസ്തമായ ആശ്രമമാണ്. ഒരു കൺവെൻഷനിൽ സംബന്ധിക്കുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരാണ്. അവിടെ വലിയ വാക്ധോരണികളില്ല. മനുഷ്യന്റെ മനസ്സിന്റെ പാപബോധത്തെ ഉണർത്തുവാൻ തക്കവണ്ണം നിശബ്ദതയും, മനുഷ്യ മനസ്സിൽ അവന്റെ പാപബോധത്തെ ഉണർത്തുവാൻ തക്കവണ്ണം നിശബ്ദതയും ശാന്തതയും മന്ത്രങ്ങളും ചെറിയ പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഒരു കൺവെൻഷനിൽ വന്ന് സംബന്ധിക്കുന്നത്. അവരവിടെ വോളണ്ടറി സർവീസ് ചെയ്യുന്നു. ഓരോ മനുഷ്യരും അവരുടെ പാപബോധത്തിൽ നിന്ന്, പാപജീവിതത്തിൽ നിന്ന് ഈ സെന്ററിൽ വന്ന് താമസിച്ച് ഒരു വീണ്ടും ജനനം പ്രാപിക്കുന്നു. ഇന്നും വളരെ ശക്തമായിട്ട് യൂറോപ്പിൽ യുവജനങ്ങൾ, 18-നും 40-നും മധ്യേ പ്രായമുള്ള യുവജനങ്ങൾ, ലക്ഷക്കണക്കിന് മനുഷ്യർ അവരുടെ പാപജീവിതത്തിൽ നിന്നും അതിൽ നിന്നും ഒരു വിമുക്തി ലഭിക്കുന്നതിന് വേണ്ടി, അതിൽ നിന്നും ഒരു മുക്തി പ്രാപിച്ച് വിശ്വാസ സ്ഥിരതയിലേക്ക് വരുവാനും ഒക്കെയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സെന്ററാണത്. കർത്താവിൽ വാത്സല്യമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു പ്രക്രിയയാണ് ഈ വീണ്ടും ജനനം എന്നുള്ളത്. നമ്മുടെ പാപജീവിതത്തിൽ നിന്നുള്ള ഒരു മോചനം. ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ വീണ്ടും ജനനത്തിന് ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്. വീണ്ടും ജനനത്തിന് ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ഉപയോഗിക്കുന്ന പദമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. തെയോസിസ് എന്നാണ് പറയുന്നത്. തെയോസിസ് എന്ന് പറഞ്ഞാൽ ഡെയിഫിക്കേഷൻ, ദൈവീകരണം എന്നാണ്. തെയോസിസ് അല്ലെങ്കിൽ ഡെയിഫിക്കേഷൻ എന്നോ അല്ലെങ്കിൽ ദൈവീകരണം എന്ന് പറയുന്നതിനെയാണ് ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ഈ വീണ്ടും ജനനത്തെ പറ്റി പറയുന്നത്. ജഡീക മോഹങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി സംഭരിക്കുന്നതാണ്. സത്യത്തിൽ ഒരു ശക്തി സംഭരിക്കുന്ന സംഗതിയാണ്. എന്ത് ശക്തി? ആ ശക്തിക്ക് പറയുന്ന പേരാണ് ഡിവൈൻ എനർജി എന്ന് പറയുന്നത്. ഡിവൈൻ എനർജി. നമ്മൾ ശക്തിയുള്ളവരാണ്, മസിൽ പവർ ഉള്ളവരാണ്. നമുക്ക് വെയിറ്റ് എടുക്കാനും വെയിറ്റ് താങ്ങാനും ഒക്കെയുള്ള ബലം നമ്മൾ ആർജിക്കുന്നുണ്ട്. ആ ആർജിക്കാൻ നമുക്ക് പല പല സംവിധാനങ്ങളുണ്ട്. ജിംനേഷ്യത്തിൽ പോകുന്നവരുണ്ട്, അങ്ങനെയുള്ള മറ്റ് എക്സർസൈസുകളൊക്കെ ചെയ്ത് നമ്മൾ മസിലും ഇതൊക്കെ വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഡെയിഫിക്കേഷന് വേണ്ടി, ദൈവീകരണത്തിന് വേണ്ടി ഡിവൈൻ എനർജി ജീവിതത്തിൽ സംഭരിക്കാൻ സാധിക്കുന്നവരാണ്, ഡിവൈൻ എനർജിയിൽ വളരുവാൻ സാധിക്കുന്നവനാണ്
റീബർത്ത് അല്ലെങ്കിൽ പുനർജനനം അനുദിനം അനുനിമിഷം ജീവിതത്തിൽ നടത്തുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. എല്ലാ പാപ ബന്ധനങ്ങളെയും അതിൽ നിന്ന് നല്ല മോചനം പ്രാപിച്ച് വളരുവാൻ തക്കവണ്ണം സാധിക്കുന്ന അനുഭവം. അങ്ങനെ ഡിവൈൻ എനർജി ഉള്ളവർക്കാണ് ഡിവൈൻ വെർച്യൂസ് ജീവിതത്തിൽ വളർത്തിയെടുക്കുവാൻ, മൂല്യങ്ങൾ, ദൈവീക മൂല്യങ്ങൾ, ഡിവൈൻ വെർച്യൂസ്, ദൈവീക മൂല്യങ്ങളിൽ വളരാൻ സാധിക്കുന്നത്. അങ്ങനെ ദൈവീക മൂല്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യനെയാണ് വീണ്ടും ജനിച്ച മനുഷ്യൻ എന്ന് പറയുന്നത്. വീണ്ടും ജനിച്ച മനുഷ്യൻ എന്ന് പറയുന്നത്. കർത്താവിൽ വാത്സല്യമുള്ളവരെ, നാളെ 3 നോമ്പ് തുടങ്ങുകയാണ്. യോനാ പ്രവാചകൻ നിനിവേയിലേക്ക് പോയി അവരോട് സുവിശേഷം അറിയിച്ച് ജഡീക മോഹങ്ങളിൽ അധപ്പതിച്ചു പോയിരുന്ന ഒരു പട്ടണത്തിലെ, ഒരു ദേശത്തിലെ മനുഷ്യരെ ദൈവിക ശക്തിയിൽ, ദൈവിക മൂല്യങ്ങളിലേക്ക് വളർത്തിയ സംഭവമാണ് ഈ 3 ദിവസത്തിലെ ആ കഠിനമായ നോമ്പനുഷ്ഠാനങ്ങളിലൂടെ ആർജിക്കുവാൻ തക്കവണ്ണം സാധിക്കേണ്ടത്. അങ്ങനെ ആർജിച്ചതിൻ്റെ കഥയാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത്. നിങ്ങൾ വീട്ടിൽ പോയി യോനാ പ്രവാചകന്റെ പുസ്തകം ഒന്ന് വായിച്ചു നോക്കണം. വെറും 4 അധ്യായങ്ങളുള്ള ഒരു പുസ്തകമാണ്. 4 അധ്യായങ്ങളുള്ള പുസ്തകത്തിൽ ഡിവൈൻ എനർജി സംഭരിക്കുന്നതും ഡിവൈൻ വാല്യൂസ്, ഡിവൈൻ വെർച്യൂസ് ഉണ്ടാകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് യോനാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും ഉണ്ട്. 2-ാം അധ്യായം ചെറിയ അധ്യായമാണ്. അത് അനുസരണക്കേട് കാണിച്ച യോനാ പ്രവാചകൻ ഉണ്ടാകുന്ന വീണ്ടും ജനനത്തെ പറ്റിയാണ് അവർ പറയുന്നത്. മത്സ്യത്തിന്റെ വയറ്റിലായിരിക്കുമ്പോ യോനാ പ്രവാചകൻ ഉണ്ടായിരിക്കുന്ന ഒരു വീണ്ടും ജനനം, കർത്താവ് ഇവിടെ നിക്കോദീമോസിനോട് പറഞ്ഞ വീണ്ടും ജനനമാണത് സംഭവിക്കുന്നത്. മത്സ്യത്തിന്റെ വയറ്റിലായിരിക്കുമ്പോ യോനാ പ്രവാചകൻ ഉണ്ടാകുന്ന വീണ്ടും ജനനത്തെ പറ്റിയാണ് യോനാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്നത്. 3-ാം അധ്യായത്തിൽ പറയുന്നത് അതൊരു വീണ്ടും ജനനമാണ്. അതാരുടേതാണെന്ന് പറയാമോ? അത് നിനിവേയിലെ ജനത്തിൻ്റെതാണ്. നിനിവേയിലെ ജനത്തിന്റെ വീണ്ടും ജനനമാണ് 3-ാം അധ്യായത്തിൽ പറയുന്നത്. അവർ ചാക്കുടുത്ത് ചാരം പൂശി 40 ദിവസത്തെ നോമ്പനുഷ്ഠാനത്തിലൂടെ വീണ്ടും ജനനത്തിലേക്ക് വന്ന് ഡിവൈൻ എനർജി പ്രാപിച്ച് ഡിവൈൻ വെർച്യൂസിന്റെ അനുഭവത്തിലേക്ക് വന്ന് അവർ വീണ്ടും പുനഃസൃഷ്ടിയായി മാറി എന്നുള്ളത്. കർത്താവിൽ വാത്സല്യമുള്ളവരെ, യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യേശുക്രിസ്തു നിക്കോദീമോസിനോട് പറയുന്ന വീണ്ടും ജനനം നാം ഓരോരുത്തരോടും ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ ക്രിസ്തു ആവശ്യപ്പെടുന്ന ദൈവിക ശക്തി പ്രാപിക്കുവാനും ദൈവിക മൂല്യങ്ങളെ ജീവിതത്തിൽ വളർത്തിയെടുക്കുവാനും വേണ്ടിയുള്ള വീണ്ടും ജനനത്തിന്റെ ആഹ്വാനമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.